ഫൈറ്റർ റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത് ഋതിക് റോഷൻ, ദീപിക പദുകോൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഹിന്ദി ആക്ഷൻ പാട്രിയോട്ടിക് ത്രില്ലർ സിനിമ. ഈ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒറ്റ വാക്കിൽ നല്ല കിടിലം പടം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദേശീയത വിഷയമാക്കി ഇന്ത്യ പാക് വൈരത്തിനിടയിലുള്ള ചില യഥാർത്ഥ സംഭവങ്ങളൊക്കെ കോർത്തിണക്കി ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഫൈറ്ററിന്റേത്. ഒന്നും ഓവർ ആക്കാതെ, അതിപ്പോ ആക്ഷൻ ആയാലും ഡ്രാമ, മാസ്, മസാല എല്ലാം കൃത്യമായ മീറ്ററിൽ മിതമായ രീതിയിൽ വൃത്തിക്ക് ചെയ്തു വെച്ച ഒരു സിനിമയാണിത്. ഇപ്പൊ വാറും പഠാനും ഉൾപ്പെടെയുള്ള സംവിധായകന്റെ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആക്ഷൻ സീൻസ് ഒക്കെ കുറച്ച് ഓവർ ആക്കുന്ന ഒരു പതിവ് വിളിക്കുണ്ടായിരുന്നു. ഇതിലത് തീരെയില്ല. സത്യത്തിൽ ഇപ്പോൾ ടോപ്പ് ഗൺ മാവരിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെയെങ്കിലും ഈ ഇന്ത്യൻ സിനിമകളിലേതുപോലെ നായകനെ ഇങ്ങനെ ഓവർ മാസ് ബിൽഡപ്പ് ഒക്കെ നൽകുക, ഓവറായിട്ട് ആക്ഷൻ കൊടുത്ത് അവിശ്വസനീയമാക്കി കൊളവാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇന്ത്യയിൽ മാത്രമാണ് ഇതെല്ലാം ഓവർ ആയിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിലെല്ലാം കൃത്യമായ മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ വലിയൊരു ആശ്വാസമാണ്, പോസിറ്റീവാണ്. സിനിമയിലെ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വലിയ പോസിറ്റീവ് ഘടകമാണ്. ടച്ചിങ് രംഗങ്ങളൊക്കെ പ്രേക്ഷകന്റെയും ഉള്ളിലയ്ക്കുന്നുണ്ട്. ദേശഭക്തി തുളുമ്പുന്ന രോമാഞ്ചം നൽകുന്ന സീനുകളും പടത്തിലുണ്ട്. പക്ക അഡ്രിനാലിൻ റഷ് നൽകുന്നവ. എടുത്തു പറയേണ്ടത് എയർ ഫൈറ്റ് സീക്വൻസുകളാണ്. അതെല്ലാം നല്ല കിടുവായിരുന്നു. അതിന്റെ CGI വർക്കുകളും അതുപോലെ തന്നെ 3D എഫക്ട്സും ഒക്കെ പക്ക ആയിരുന്നു. സോ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫൈറ്റർ. ഇതിന്റെ ക്യാമറ, ഗ്രാഫിക്സ്, 3D എഫക്ട്സ്, കളർ ഗ്രേഡിംഗ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നായകൻ സ്ക്വാഡ്രോൺ ലീഡർ ഷംഷേർ പഠാനിയ അഥവാ പാറ്റി ആയിട്ട് വരുന്ന ഋതിക് റോഷൻ നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആക്ഷൻ സീക്വൻസുകൾ അതുപോലെ ഇമോഷൻ രംഗങ്ങൾ എന്നിവയിൽ ഋതിക്കിന്റേതായ ഒരു കരിഷ്മ അദ്ദേഹം മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലീസ് സ്മൈൽ ടെക്നിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ബിരിയാണി എടുത്തുകൊണ്ടുവരുന്ന സീനൊക്കെ വളരെ രസകരമായിരുന്നു. ഇത്തരം സിനിമകളിലെ സ്ഥിരം കാഴ്ചയായ ബൊമ്മ കഥാപാത്രമാകാതെ പ്രാധാന്യമുള്ള ഒരു നായിക വേഷത്തിൽ ദീപിക പദുകോണും സിനിമയിൽ തിളങ്ങിയിട്ടുണ്ട്. മിന്നി റാത്തോഡായ ദീപിക നല്ല പെർഫോമൻസ് ആയിരുന്നു. അച്ഛനെയും അമ്മയും കാണുന്ന സീനൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. കമാൻഡിംഗ് ഓഫീസർ രാകേഷ് സിംഗ് അഥവാ റോക്കിയായി വരുന്ന അനിൽ കപൂറും സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് സംഭവങ്ങളിൽ അദ്ദേഹം ഇൻവോൾവ് ആകുന്നതൊക്കെ വളരെ ആവേശവും പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം വില്ലനായിട്ട് വന്ന ഋഷഭ് സാവനിയുടേതാണ്. പുള്ളിയുടെ ലുക്കും മാനറിസങ്ങളും ആറ്റിറ്റ്യൂഡും എല്ലാം പൊളിയായിരുന്നു. വില്ലൻ സ്ട്രോങ് ആയാൽ പടം സ്ട്രോങ് ആകുമെന്നുള്ള ആ ഒരു സ്ഥിരം പല്ലവി ഞാൻ വീണ്ടും പറയുകയാണ്. കരൺ സിംഗ് ഗ്രോവറിന്റെ താജ്, അക്ഷയ് ഇബ്രാഹിം ചെയ്ത ബാഷി എന്നീ കഥാപാത്രങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. വിശാൽ ശേഖറിന്റെ ഗാനങ്ങൾ ഓക്കെ ആയിരുന്നു. സഞ്ജിത് ബൽഹാര, അങ്കിത് ബൽഹാര ടീമിന്റെ പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് ഗുണമായി. പടം 3Dയിലാണ് ഞാൻ കണ്ടത്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലും ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു പറയുന്നത് ചിലർക്കെങ്കിലും അത് ഗുണമാകുമെന്ന് കരുതിയാണ്. എന്നിലെ പ്രേക്ഷകനെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് ഫൈറ്റർ. സോ ഞാൻ ഈ പടത്തിന് 4 out of 5 റേറ്റിംഗ് നൽകുന്നുണ്ട്. ചുരുക്കത്തില് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു പാട്രിയോട്ടിക് ഫീൽ നൽകുന്ന പെർഫെക്റ്റ് സിനിമ തന്നെയാണ് ഫൈറ്റർ. ജയ് ഹിന്ദ്.